ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് കണ്ട ശേഷം മാത്രം ഈ സെക്കൻഡ് പാർട്ട് കാണൂ. അങ്ങനെ ഹർഷൻ അബിയോട് ഇങ്ങനെ ഹണിമൂണിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിവരിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് അബി ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ചിരിച്ചുകൊണ്ടിരിക്കുമ്പം ഹർഷൻ തുടർന്ന് പറയാണ്, ഏട്ടാ ഇതൊന്നും ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, എല്ലാം നമ്മൾ അനുഭവിച്ചറിയണം ഏട്ടാ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അബി അതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവളുടെ ആ കണ്ണിലേക്ക് നോക്കി നമ്മൾ ഇരിക്കുമ്പോൾ ഏട്ടാ നമ്മൾ ചുറ്റും നടക്കുന്നതൊന്നും അറിയില്ല. ഇത് കേട്ടതും അബിക്ക് ഇങ്ങനെ പരിസരബോധം ഓർമ്മ വരികയാണ്. അബി പെട്ടെന്ന് തന്നെ ചാടി എന്നിട്ട്, ദേ ഹർഷൻ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അല്ലേട്ടാ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഏട്ടൻ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആരാസ്വദിച്ചു? നീ ചുമ്മാ ഓരോന്ന് പറയല്ലേ ഹർഷൻ, ഞാൻ ആസ്വദിച്ചിട്ടൊന്നുമില്ല. ഏട്ടാ ഞാൻ ആസ്വദിച്ചത്, ഞാൻ മാത്രമേ ആസ്വദിച്ചിട്ടുള്ളൂ, ചുമ്മാ മനുഷ്യൻ്റെ സമയം മെനക്കെടുത്താൻ എന്ന് പറഞ്ഞിട്ട് ഹർഷൻ മാറിയിരിക്കുകയാണ്. അങ്ങനെ അബി വീണ്ടും ഹർഷൻ്റെ അടുത്ത് പോയിട്ട്, എടാ ഹർഷൻ ഏട്ടൻ ഇതുവരെ പോയില്ലേ? അല്ലടാ നിൻ്റെ കയ്യിൽ ഇതിൻ്റെ ഐറ്റിനറി എന്തെങ്കിലും ഉണ്ടോ? ഐറ്റിനറിയോ? എന്ത് ഐറ്റിനറി? അല്ല നിങ്ങൾ ഈ താമസിച്ച ഹോട്ടലിൻ്റെ അതുപോലെ തന്നെ ഈ ടൂർ പാക്കേജിൻ്റെ. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല ഏട്ടാ, ഞങ്ങൾ പോയ വഴിക്ക് അങ്ങോട്ട് പോയി, അത്രയേ ഉള്ളൂ. എന്നാലും നിനക്ക് ഈ പോയതിൻ്റെ ആ ബജറ്റൊന്ന് ഇട്ട് തരാൻ പറ്റുമോ? ഓരോ ഹോട്ടലിൽ എത്ര സ്പെൻഡ് ചെയ്തു എന്നുള്ള. അതെന്തിനാ ഏട്ടന്? അതെ എൻ്റെ ഒരു ഫ്രണ്ടിനും വൈഫിനും വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ്. അല്ല ഞാൻ അറിയാത്ത ഏത് ഫ്രണ്ടാണ് ഏട്ടനുള്ളത്? അല്ല എൻ്റെ എല്ലാ ഫ്രണ്ടിനെയും നിനക്കറിയോ? അതെ ഏട്ടാ ഞാൻ അറിയാത്ത ഒരു ഫ്രണ്ടും ഏട്ടനില്ല. സത്യം പറയട്ടെ, ഇത് ഏട്ടനും ഏട്ടത്തിക്കും പോകാൻ വേണ്ടിയിട്ടല്ലേ? ആണെങ്കിൽ എനിക്കും അവർക്കും പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഏട്ടൻ ഞാൻ ചങ്കും പറിച്ച് ഏട്ടൻ്റെ കൂടെ നിൽക്കില്ലേ? അതെ എനിക്കും അവർക്കും പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇത് കേട്ടനും ഹർഷൻ ഇങ്ങനെ അബീനെ കെട്ടിപ്പിടിച്ചിട്ട്, അയ്യോ ഞാൻ ഈ സന്തോഷ വാർത്ത ആരോടൊക്കെയാണ് പറയുന്നത്? അയ്യോ സപ്തി അമ്മയെ അപ്പച്ചി ഒന്ന് ഓടി വന്നേന്ന്. അപ്പോൾ നമ്മുടെ അബിയാണെങ്കിൽ ഇവരോടൊക്കെ പറയുന്നത് തന്നെ അബിക്കൊരു നാണക്കേടാണല്ലോ. അബി ഇങ്ങനെ തടഞ്ഞു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെങ്കിൽ ഹർഷൻ ഇങ്ങനെ ഓടിപ്പോവായിരിക്കും. അമ്മയെ അപ്പച്ചി ഒന്ന് ഓടി വന്നേ ചതിച്ചോ എന്ന് പറഞ്ഞിട്ട് അബി ഇങ്ങനെ പിന്നാലെ ഓടി പോകുന്നുണ്ടാവും. അങ്ങനെ ഹർഷൻ ഒരു സ്ഥലത്ത് നിന്ന് പിടിക്കുമ്പോൾ, അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ, ആരെങ്കിലും ഓടി വരണേ എന്ന് പറഞ്ഞിട്ട് ഹർഷൻ വീണ്ടും ബഹളം വെക്കുകയാണ്. ബഹളം കേട്ട് ആദ്യം ഹാളിലേക്ക് ഓടി വന്നത് അപ്പച്ചിയായിരിക്കും. അപ്പച്ചിക്ക് ഇത് കണ്ടേരം സന്തോഷമാവും. അയ്യോ അടി എന്നൊക്കെ പറഞ്ഞ് അപ്പച്ചി ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ പെട്ടെന്ന് നാത്തൂൻ്റെ അടുത്ത് പോയിട്ട്, ദേ നാത്തൂനെ അവിടെ അടി. അങ്ങനെ ഷർമിള ഓടി വന്ന് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും അടി കൂടുന്നത്. അങ്ങനെ ഷർമിള അയ്യോ മക്കളെ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു മാറ്റും. അല്ല നീക്ക് എന്താ പറ്റിയത്? അപ്പോഴേക്കും നമ്മുടെ സംയുക്തയും സപ്തി അവിടെ എത്തുന്നുണ്ട്. ഹേയ് ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, ഞങ്ങൾ സാറ്റ് കളിക്കായിരുന്നു. പിന്നെ സാറ്റ് കളിക്കാൻ പറ്റിയൊരു പ്രായം അല്ല അബിയേട്ട, എന്താ പറ്റിയെന്ന് അബിയേട്ടൻ പറ. അതെ ഏട്ടൻ അത് പറയൊന്നുമില്ല, വേണമെങ്കിൽ ഞാൻ പറയാം. അപ്പോഴേക്ക് അബി ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ട് ഹർഷനെ. ഹർഷ പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ചുമ്മാ ഇരിക്കുക അബിയേട്ട, ഇവരെല്ലാവരും അറിയട്ടെ, ഇവരെല്ലാവരും ഒന്ന് സന്തോഷിക്കട്ടെ. അങ്ങനെ ഇപ്പോൾ ആരും ഇവിടെ സന്തോഷിക്കേണ്ട. ഹോ ദുഷ്ടൻ, ഞങ്ങൾ സന്തോഷിക്കുന്നത് പോലും നിനക്ക് ഇഷ്ടമല്ലല്ലേ? അപ്പച്ചി എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? അറിയാൻ നീ സമ്മതിക്കുന്നില്ലല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പച്ചി വിഷമിക്കാതിരിക്കും. ഇതേ അബിയേട്ടൻ സമ്മതിച്ചു, ഞാനത് പറയാൻ പോവുക. എന്താ അബിയേട്ട ഇത്? ഹർഷട്ടൻ അത് പറഞ്ഞോട്ടെ. അതെ നിനക്ക് വിവരമുണ്ട്, ഞാനത് പറയാൻ പോവുക. പ്രിയപ്പെട്ട കളപ്പുരയ്ക്കൽ കുടുംബാംഗങ്ങളെ, നമ്മളുടെ കഥയിലെ കഥാനായകനായ അഭിമന്യുവും അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ഭാര്യ സംയുക്തയായിട്ട് ഈ അടുത്ത നിമിഷത്തിൽ തന്നെ അവരുടെ മധുവിധി യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ഹർഷൻ ഇത് പ്രഖ്യാപിക്കുന്നത് കേട്ടിട്ട് സപ്തതിക്ക് ഭയങ്കര സന്തോഷം വന്നിട്ട് സപ്തതി ഇങ്ങനെ കൈയടിക്കുകയാണ്. സംയുക്തയ്ക്ക് സന്തോഷമാവുന്നുണ്ടാവും. അബിയാണെങ്കിൽ ഇവൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നാറ്റിച്ച് കളഞ്ഞല്ലോ എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുകയാണ്. സംയുക്ത ഇങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് അബിനെ നോക്കുമ്പോൾ അബിയും ഇങ്ങനെ സംയുക്തയെ ഒളികണ്ടിട്ട് നോക്കുകയാണ്. നമ്മുടെ അപ്പച്ചും ഷർമിളയാണെങ്കിൽ ഇത് കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അല്ല അമ്മേ, ഇത് കേട്ടിട്ട് ഇവള് മാത്രമാണല്ലോ കൈയടിക്കുന്നത്, എന്തേ നിങ്ങൾ രണ്ടുപേരും എന്താ കൈയടിക്കാത്തത്? നിങ്ങൾ രണ്ടുപേരും കൈയടിക്കെന്നും പറഞ്ഞിട്ട് ഹർഷൻ ഇങ്ങനെ നിർബന്ധിക്കുന്നത് കണ്ട് ഷർമിള കൈയടിക്കുകയാണ്. എന്തായാലും നാത്തും കൈയടിച്ചല്ലേ, താനൂടി അടിച്ച് കളയാന്ന് വെച്ചിട്ട് അപ്പച്ചു ഇങ്ങനെ അടിക്കുകയാണ്. അല്ല മോനെ, ഇവൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ഹണിമൂണിന് പോകുന്നുണ്ടോ? അല്ല അമ്മേ, അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. ഇത് കേട്ട് അപ്പച്ചൻ ചോദിക്കുകയാണ്, അല്ല ഇവളുടെ നിർബന്ധമായിരിക്കും അല്ലേ? അല്ല ഇതെൻ്റെ സ്വന്തം തീരുമാനം. അബി ഇങ്ങനെ പറയുന്നത് കേട്ട് സംയുക്ത ഇങ്ങനെ സന്തോഷമാണ്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും വിശ്വസിക്കാൻ വന്നില്ലല്ലോ. അപ്പോഴേക്കും നമ്മുടെ സപ്തതി, ഹോ കൊച്ചു കള്ളി ഇങ്ങോട്ട് വാ ഞാൻ പറയട്ടെ എന്നും പറഞ്ഞിട്ട് സംയുക്തയും കൂട്ടി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാവും. ആ സമയത്ത് ഹർഷൻ, ഹോ കൊച്ചു കള്ള അവസാനം കല മുടിച്ചല്ലേ എന്നും പറഞ്ഞിട്ട്, ഹോ ഇക്കിളി എന്ന് പറഞ്ഞിട്ട് അബിനെ എങ്ങനെ ഇക്കിളി ആയിക്കൊണ്ടിരിക്കുക ഹർഷൻ. എങ്ങനെയോ ഒരുവിധം അബി ഹർഷൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് അങ്ങ് പോവുകയാണ്. അങ്ങനെ അവരെല്ലാം പോയി കഴിഞ്ഞ ശേഷം ഹർഷൻ പറയാണ്, ഹോ എനിക്കാണെങ്കിൽ കേട്ടിട്ട് കൊതിയാവുന്നു. അല്ല ഞാൻ ഒരു തവണ കൂടി ഹണിമൂണിന് പോയാലോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇത് കേട്ട് ഷർമിളൊന്ന് രൂക്ഷമായി ഹർഷൻ നോക്കിയാലോ. ഹേയ് വേട്ടല്ലേ എന്നും പറഞ്ഞിട്ട് ഹർഷൻ അങ്ങ് പോവാണ്. ദേ നാത്തൂനെ, ദേ കഥ ഹണിമൂൺ വരെ എത്തി, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇത് കേട്ടതും ഷർമിള ഒന്നും മിണ്ടാതെ നാത്തൂനൊരു നോട്ടം നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. എൻ്റെ ഹനുമാൻ സ്വാമി, ഞാനിനി എന്താ ചെയ്യുക? പിന്നീട് കാണിക്കുന്നത് സീൻ നമ്മുടെ ഷർമിള
ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരിക്കും. അപ്പോൾ അപ്പച്ചി പോയിട്ട് ദേ നാത്തൂനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ, ദേ അവർ ഹണിമൂൺ പോവാൻ നിൽക്കുക, എന്തെങ്കിലും ഉടനെ ചെയ്യണം നാത്തൂനെ. അതെ, അത് തന്നെയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പോവേണ്ടെന്ന് ഞാൻ അറുത്തു മുറിച്ച് പറഞ്ഞ അബി എന്തായാലും പോവില്ല. പക്ഷെങ്കിൽ അത് വേണ്ട, അങ്ങനെ പറഞ്ഞാലേ അബിക്ക് സംശയം വരും. എന്ത് വില കൊടുത്തു നാത്തൂനെ നമുക്ക് ഈ യാത്ര മുടക്കിയേ പറ്റുള്ളൂ. അവനെ ഒറ്റയ്ക്ക് അവളുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ എന്ത് നടക്കുന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പോലും കഴിയാത്തതാ നാത്തൂനെ. ഒന്നാമത്തതേ അവനിപ്പോൾ പഴയ അബിയല്ല, നാത്തൂൻ തന്നെ കണ്ടതല്ലേ അവൻ എത്ര സ്ട്രോങ് ആയിട്ടാണ് ഈ തീരുമാനം അവൻ്റേത് മാത്രമാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം നാത്തൂനെ, സൂക്ഷിച്ചേ പറ്റുള്ളൂ. ആ സത്യയും ഹർഷനും അവർക്ക് വളം വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്ത് ആവും. നാത്തൂൻ തന്നെ ഇപ്പം കണ്ടതല്ലേ അവള് സംയുക്തയെ ഇങ്ങനെ പുന്നരിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയത്. അതെന്തിനാന്നാ നാത്തൂൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? അബിയുടെ മനസ്സിൽ കൂടിപ്പറ്റാനുള്ള പുതിയ പൂതനാ തന്ത്രങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സപ്തതി അവളെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയത്. ആണെങ്കിലും ആ ഹർഷം പറഞ്ഞതും നാത്തൂൻ കേട്ടതല്ലേ അവനൊരു ഹണിമൂൺ കൂടി പോണെന്ന്. ദേ നാത്തൂനെ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ കൈവിട്ട് പോകുന്ന ലക്ഷണമാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കടുത്തൊരു തീരുമാനം നമ്മൾ എടുത്തേ പറ്റുള്ളൂ നാത്തൂനെ. പിന്നീട് കാണിക്കുന്ന സീൻ നമ്മുടെ അബി ഇങ്ങനെ ഫോൺ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശർമ്മള പോയിട്ട് മോനെ എന്താ എൻ്റെ മനസ്സിന് വല്ലാത്തൊരാദ്യം, നിനക്കെന്തോ അപകടം വരാൻ പോകുന്ന എൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 ദിവസമായി ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. അതൊക്കെ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് തോന്നുന്നതാണ്. അതേ മോനെ സ്നേഹക്കൂടുതൽ തന്നെയാണ്, പക്ഷെങ്കിൽ അത് അറിയേണ്ടവർ അറിയുന്നില്ലല്ലോ. എന്താ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ലെന്നാണോ അമ്മ പറയുന്നത്? ഹേയ് അങ്ങനെയല്ല മോനെ, എൻ്റെ മനസ്സിൻ്റെ ആദ്യം നീ മനസ്സിലാക്കുന്നില്ലല്ലോ. അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? അമ്മേൻ്റെ ഏത് സങ്കടങ്ങളാണ് ഞാൻ മനസ്സിലാക്കാതിരുന്നത്? ഞാൻ ജീവിക്കുന്നത് തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അതൊക്കെ അബി ഇന്നലെ വരെ, പക്ഷെങ്കിൽ ഇന്ന് അങ്ങനെയല്ല മോനെ. നീ ഇന്ന് അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ പോരാ. നിന്നെ വിശ്വസിച്ച് നിനക്ക് താലി കെട്ടാൻ വേണ്ടി കഴുത്ത് നീട്ടി തന്ന ഒരു പെണ്ണുണ്ട് നിന്റെ കൂടെ. അവളുടെ കാര്യം കൂടി നീ ആലോചിക്കണം മോനെ, അവളെ നീ സ്നേഹിക്കണം. ഇത് കേട്ട് അബി ഇങ്ങനെ മൈൻഡ് വോയിസ് ആയിട്ട് പറയാണ്, അമ്മേ ഞാൻ അവളിപ്പോൾ ആത്മാർത്ഥമായി സ്നേഹിച്ചോണ്ടേ ഇരിക്കുകയാണ്. അവളിപ്പം എൻ്റെ മാത്രമാണ്. അല്ല അബി ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. നീ എന്ത് കേട്ടെന്നാ പറയുന്നത്? ഞാൻ സംയുക്തയും സ്നേഹിക്കണം എന്നല്ലേ അമ്മ പറഞ്ഞത്. സ്നേഹക്കൂടുതൽ കൊണ്ട് നിങ്ങളിങ്ങനെ ഒരു അപകടവും ക്ഷണിച്ചു വരുത്താൻ നിൽക്കരുത്. ഇപ്പം അമ്മയുടെ പ്രാർത്ഥന എന്താന്ന് വെച്ചാൽ ചേരാൻ പാടില്ലാത്തത് ചേർന്നിട്ട് എൻ്റെ കുട്ടികൾക്ക് ഒന്നും സംഭവിക്കരുതേ എന്നാണ് ഇപ്പം എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന മോനെ. അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? അതേ മോനെ, നിനക്കിതിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല ഈ ജാതകത്തിലൊന്നും. നിങ്ങളുടെ കല്യാണം ജാതകം നോക്കിയിട്ടുള്ള കല്യാണം എന്നല്ലായിരുന്നല്ലോ, പെട്ടെന്നുള്ള ഒരു കല്യാണമായിരുന്നല്ലോ. പിന്നെ ഞാനും വിചാരിച്ചു ജാതകം നോക്കേണ്ട ഒരാവശ്യവും ഇല്ലെന്ന്. കാരണം കല്യാണം കഴിഞ്ഞു പോയില്ലേ, പിന്നെ ഓരോന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ലല്ലോ. പിന്നെ അമ്മ എന്താ കുഴപ്പം? അല്ല മോനെ, ഇങ്ങനെ ഓരോ ദുർനിമിത്തങ്ങൾ കണ്ടിരുന്നു. ഞാൻ ആ തിരുമേനിയെ വിളിച്ച് നിങ്ങളുടെ പേരും നാളൊന്ന് പറഞ്ഞ് ഒന്ന് കവടി നിരത്തിച്ച് നോക്കി. അപ്പോഴാണ് പറഞ്ഞത് സംയുക്തയുടെ ജാതകം പാപജാതകമാണെന്ന്. ഇത് കേട്ട് അഭിയൊന്നിങ്ങനെ ഞെട്ടിത്തരിച്ച് പോവാണ്. അതേ മോനെ, അവൾക്ക് ഭർത്താവ് വാഴാൻ ബുദ്ധിമുട്ടാണ്. ഇതൊന്നും കേട്ട് നീ സങ്കടപ്പെടാൻ നിൽക്കണ്ട കേട്ടോ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവില്ലേ. അമ്മ ആര് സങ്കടപ്പെട്ടു എന്ന് അമ്മ ഈ പറയുന്നത്? എനിക്കിതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല അമ്മ. മനുഷ്യരിപ്പോൾ ചൊവ്വയിലേക്ക് വരെ ഉപഗ്രഹം അയച്ചു കഴിഞ്ഞു. ഈ കവടി നിർത്തിയിട്ട് ഇങ്ങനെ ഭാവിയും ഭൂതവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യന്മാരില്ലേ, ആ ചൊവ്വയുടെ പേരും പറഞ്ഞ് ഇവിടെ എത്ര പെൺപിള്ളേരുടെ കല്യാണം മുടക്കിയിരിക്കുന്നത്. മോനെ നിനക്ക് വിശ്വാസം ഇല്ലെങ്കിലും ഇങ്ങനെ ദൈവദോഷമൊന്നും പറഞ്ഞുകൊണ്ടിരിക്കില്ലേ മോനെ. ഇല്ല അമ്മേ, ഞാൻ ഓരോന്ന് പറഞ്ഞ് അമ്മയെ സങ്കടപ്പെടുത്തുന്നില്ല. സംയുക്ത നല്ല കുട്ടിയാണ്, അത് അമ്മയ്ക്ക് അറിയാം. അവൾക്ക് നല്ല വിദ്യാഭ്യാസവും അതുപോലെ തന്നെ വിവരമൊക്കെ ഉണ്ട്. അന്ന് അച്ഛമ്മ കല്യാണ മണ്ഡപത്തിൽ വന്നിട്ട് ഇവളെ നീ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞപ്പം ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചത് വേറൊരു മാർഗ്ഗവും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. അവളുടെ കഴിവ് എനിക്ക് മനസ്സിലായത് കൊണ്ട് മാത്രമാണ്. സംയുക്തയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് അമ്മ ഇതിന് കണ്ണടച്ചത് മോനെ. അതുകൊണ്ട് മാത്രമാണ് മോനെ നിനക്ക് അവളെ ഇഷ്ടമില്ലാഞ്ഞിട്ടും ഞാൻ അവളെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. അതെ, അമ്മ പറഞ്ഞത് സത്യം തന്നെയാണ്. എനിക്ക് അവളെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെങ്കിൽ അമ്മ ഈ പറഞ്ഞ അവളുടെ ക്വാളിറ്റി ഇല്ലേ, അതിടയ്ക്ക് ഞാൻ തിരിച്ചറിഞ്ഞു. അതുപോലെ നീ ഓഫീസ് കാര്യത്തിലല്ലെന്ന് പെട്ടെന്ന് ചാടിക്കറിച്ച് ശർമ്മള ചോദിക്കുകയാണ്. അതെ അമ്മേ, ഓഫീസ് കാര്യത്തിലും അതുപോലെ തന്നെ വീട്ടിലും. മോനെ ഓഫീസ് കാര്യത്തിൽ അത് ഓക്കെ, പക്ഷെങ്കിൽ വീട്ടിൽ നമ്മളിങ്ങനെ ഒരു റിസ്ക് എടുക്കണോ? എന്തായാലും അമ്മേ നമ്മൾ എടുത്തു പോയില്ലേ മോനെ. കോടതി വിധിക്ക് ഇനിയും സമയമുണ്ടല്ലോ. അതുണ്ട് അമ്മേ, അതുകൊണ്ടല്ലേ ഞാൻ ഈ യാത്രയ്ക്ക് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അതൊക്കെ ശരി തന്നെയാണ് മോനെ, കോടതി വിധിക്കും അപ്പുറമല്ലേ മോനെ ദൈവത്തിൻ്റെ വിധി. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് മോനെ തിരുമേനി പറയുന്നത് ഈ മിഥുനം 17 വരെ നീയും അവളുമായിട്ടുള്ള എല്ലാ യാത്രകളും ഒഴിവാക്കണം എന്നാ. എന്നിട്ടിങ്ങനെ സങ്കടം അഭിനയിച്ചോട് പറയാണ്, അവൾക്ക് ഭർത്താവ് വാഴില്ലെന്ന് പറഞ്ഞില്ലേ മോനെ, അകാല മൃത്യുവിന് വരെ വഴിയൊരുക്കും. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. അമ്മയുടെ വിശ്വാസം സത്യമാണെങ്കിൽ ഞാൻ അവളോടൊപ്പം യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മരണം ഇങ്ങോട്ട്
തന്നെ കയറി വരുമല്ലോ. ഇത് കേട്ടതും ഷർമിള അയ്യോ മോനെ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞിട്ട് അബിൻ്റെ ഇങ്ങനെ പൊത്തിപ്പിടിക്കാണ്. എന്താ അമ്മേ, അമ്മ ഇത്രയ്ക്ക് സില്ലിയായി പോയല്ലോ. അമ്മയുടെ ഈ സ്നേഹം കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് എന്ത് പറ്റാനാ അമ്മേ? അല്ല മോനെ, അതല്ല, നിങ്ങൾ 2 തവണ പാർക്ക് പോയത് നടന്നതൊക്കെ നിനക്കറിയാവുന്നതല്ലേ, നീ അതൊന്ന് ആലോചിച്ചാൽ പോരെ. അമ്മേ, ദിവസവും ഞങ്ങൾ ഒരുമിച്ചല്ലേ ഓഫീസിൽ പോകുന്നത്, എന്നിട്ട് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അതും ആ തിരുമേനി പറഞ്ഞു, നിങ്ങൾ ദിവസവും ഓഫീസിൽ പോകുമ്പോൾ പർച്ചേസിങ്ങിന് പോയാലൊന്നും ഒന്നും സംഭവിക്കില്ല, പക്ഷെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായി ഒന്നിക്കാൻ പാടില്ല, അതാണ് തിരുമേനി പറഞ്ഞത്. അല്ല മോനെ, ഇതൊന്നും കേട്ട് നീ സങ്കടപ്പെടേണ്ട കേട്ടോ. എല്ലാത്തിനും ഒരു പ്രതിവിധി ഇല്ലേ. നീ എൻ്റെ കൂടെ ആ തിരുമേനിയുടെ ഇല്ലം വരെ ഒന്ന് വരണം അമ്മേ. ഇതിലും ഭേദം ഞാൻ മരിക്കുന്നതാ അമ്മേ. ഞാൻ എൻ്റെ കൊച്ചു കൊച്ചു വിശ്വാസങ്ങളുമായിട്ട് ആർക്കും ഒരു ശല്യമില്ലാതെ ഞാൻ അങ്ങോട്ട് ജീവിച്ച് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങ് പോകുമ്പോൾ ഷർമിള അങ്ങനെ ഉറക്കെ ചോദിക്കാൻ, അല്ല മോനെ, നീ ഈ അമ്മയുടെ വിശ്വാസത്തിനൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ലല്ലേ? അതിലും വലുത് നിനക്ക് നിൻ്റെ ഭാര്യയുടെ സന്തോഷങ്ങളാണ്. ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആ നിമിഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്